ഇപ്പോൾ കേരളക്കാരെ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ നിമിഷപ്രിയ കേസ്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഇപ്പോൾ ഈ നിമിഷപ്രിയന്റെ കേസ് എല്ലാവർക്കും അറിയാം. യമൻ പൗരന, മലയാളി നേഴ്സ്, സ്വദേശിയായ യമൻ പൗരന 110 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി മുങ്ങി. ഓക്കെ, ഒരു പത്രക്കട്ടിംഗ് ആണേ. അപ്പോൾ ഇതിൽ ആ സമയത്തൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്തിട്ട് മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ്. കാരണം ഒന്നാമത് യമനിൽ സുസ്ഥിരമായ ഒരു ഭരണം ഇല്ല. പല സ്ഥലങ്ങളും ഹൂതി വിമതരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ കേസിൽ ഇപ്പോ AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടിട്ട് അവിടുത്തെ സൂഫി പണ്ഡിതനായ, യമനിലെ സൂഫി പണ്ഡിതനായ ഹബീബ് ഉമറിനെ സമീപിച്ചിട്ട് ആ രീതിയിൽ തലാലിന്റെ, മരിച്ച വ്യക്തിയുടെ പേര് തലാലാണ്, തലാലിന്റെ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വധശിക്ഷ 16-ാം തീയതി വധശിക്ഷ കഴിയണ്ടായിരുന്നു. അത് നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പല ആൾക്കാർ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതിൽ ഇത്രേ ഉള്ളൂ. ഇപ്പോ ഒരു ആളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധത്തിൽ പറ്റുമോ? ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അബദ്ധത്തിൽ പറ്റില്ല. ഇപ്പൊ എന്ത് തരം പീഡനം സംഭവിച്ചിട്ടുണ്ടെങ്കിലും, പീഡനം അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരാളെ കൊല്ലുക എന്നത് തന്നെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എക്സ്ട്രീം ലെവലാണ്. ഓക്കെ, കൊന്ന് കഴിഞ്ഞിട്ട് 110 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി മുങ്ങി, അങ്ങനെയാണ് കേസ്. അപ്പൊ ഞാൻ ചോദിച്ചു നോക്കട്ടെ, കൊന്നു കഴിഞ്ഞിട്ട് എന്താ പറയാ 110 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി ഒളിപ്പിക്കാൻ ശ്രമിച്ച ഒരു കേസിൽ കാന്തപുരം പോലുള്ള ആള് ഇടപെട്ടിട്ട് മോചിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുള്ളവര് അംഗീകരിക്കാം. എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു വ്യക്തി കുറേ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാം ശരി തന്നെ, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നിട്ട് ഒരാളെ കൊന്ന് കഴിഞ്ഞിട്ട് 110 കഷ്ണങ്ങളാക്കി, അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് 110 കഷ്ണങ്ങളാക്കി എവിടെയോ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് മുങ്ങി. അങ്ങനെ പിടിച്ചിട്ട് അവിടുത്തെ യമൻ ശിക്ഷാ നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിന്റെ അകത്തുനിന്ന് തൂക്കുമരത്തു നിന്നും ഇറക്കിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. എന്റെ ഒരു അഭിപ്രായത്തിൽ, എന്റെ പേജിൽ കൂടെ ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായം അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ശരിക്കും കാന്തപുരമൊക്കെ ഇറങ്ങിയിട്ട് ഇതിലേക്ക് വന്ന് ഇവരെ മോചിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് പറ്റിപ്പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പീഡനം സംഭവിച്ചിട്ടുണ്ട്, എല്ലാം ശരി തന്നെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത്രയും കൊടിയ പീഡനം അനുഭവിച്ചിട്ട്, വിഭജിക എന്ന് പറയും, അനുഭവിച്ച് അവള് മരിച്ച്, ആത്മഹത്യ ചെയ്താൽ തോന്നുന്നു. മകളും മരിച്ച്, അവളും മരിച്ചു. ഓക്കെ, ഈ ഒരു കേസിൽ ഇതിനകത്ത് പറഞ്ഞാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഓൾറെഡി അവിടുത്തെ എന്താ പറയാ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അവിടുത്തെ എന്താ പറയാ സ്വദേശി പൗരനെ ഒരുമിച്ച് നിന്നിട്ട് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് അവിടുത്തെ കല്യാണം കഴിച്ച് അവിടുത്തെ വിവാഹം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാനാണ് നോക്കി. ഇവക്ക് നാട്ടില് ഭർത്താവുണ്ട്, ടോമി. ഇങ്ങനെയുള്ള ഒരു കേസില് ഈ എന്താ പറയാ കാന്തപുരവും അതേപോലെ അവിടുത്തെ നമ്മുടെ MLA ചാണ്ടി ഉമ്മൻ MLA എല്ലാവരും കൂടിയിട്ട് ഇവളെ പോലുള്ള ആളെ ഇറക്കണമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇറക്കണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇറക്കണ്ടെന്ന് എന്റെ അഭിപ്രായം. കാരണം ഇത് പറ്റിപ്പോയൊരു കേസല്ല, അബദ്ധമല്ലത്. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്ട്രീം ലെവലാണ്. കൊന്നു കഴിഞ്ഞ് 110 കഷ്ണങ്ങളാക്കി മുറിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും എന്താ പറയാ കൊടും ക്രിമിനൽസിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും. ഓക്കെ, ഇവളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവളെ പോലുള്ള ആൾക്കാരെ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാർ ഇനിയും വരും. ദുബായിലും സൗദിയിലും പല ഗൾഫ് കൺട്രീസിലും പല കുറ്റകൃത്യവും നടക്കാത്ത കാരണം എന്ന് വെച്ചാൽ തല പോകുന്നതുകൊണ്ടാണ്, അവിടുത്തെ നിയമം കൊണ്ടാണ്. അത് മനസ്സിലാക്കുക. ഇന്ത്യയിലെ നിയമമല്ല അവിടെ, യമനിലെ നിയമം കറക്റ്റാണ്.